ഇങ്ങോട്ടാ പോയ കഞ്ചാവിന് മണം വരുന്നല്ലേ? എനിക്കങ്ങനെ അറിയാം കഞ്ചാവിന്റെ മണം. മൂത്രം ഒഴിക്കുന്നത് കുറ്റം അല്ലാതെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഹലോ ഗൈസ്, ജൂൺ അവസാനമാവുന്ന സമയത്താണ് കേട്ടോ ഇവിടെ പോളണ്ടിൽ സമ്മർ ഹിറ്റ് ചെയ്യുന്നത്. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പുറത്ത് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു തായ്ലൻഡിൽ ടീഷർട്ട് ഇട്ടിട്ട് ചേട്ടൻ വന്നിട്ട്, നിങ്ങൾ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ സോഷ്യൽ ഇവൻറ്റ് നടക്കുന്നുണ്ട്, ഫ്രീ ഫുഡ് ട്രയൽ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, സോ വൈ നോട്ട് ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോവുകയാണ്. ആ പുള്ളിക്കാരൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഫുഡ് എന്നൊക്കെ. But today we got some social days, we got DJ who wanna promote a little bit our place. Okay. And Thai food is some of the meals are quite spicy, so I just look at you guys and I'm like, oh, you might be a spicy food lover. And I guess I'm right. Yeah. Yes. Cool. So if you come and if you ask for Thai spicy, Alright. you will be not disappointed. All the curries and the fry meals can be done proper way. And if I'm gonna be that day in the kitchen, Okay. I will make sure that food will be spicy because I love spicy food, really, really spicy food. Okay. And I'm specialized in food of south of Thailand. And it's So where are you from? I'm from Poland. I'm from here, yes. Okay. But I was trained in Thailand to cook Thai food. Okay. And I know that some of the food from south of Thailand got some influential from India and Muslim world. Okay. So it's like a lot of different flavors, but always full of spices. Yeah. All right. Great. Thank you so much. So the location is here. Dhaka Thaika. So എന്തായാലും ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം ഗൈസ് എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ചെയ്യും. Can you tell me where you're from? India. I'm from India. You're from Yeah, India? yeah, we both are from India. All right, cool. Nice ആണോ? അല്ല അയാളുടെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അരി പോലും വെന്തിട്ടില്ല. പൊളി. അവൾക്ക് കൊള്ളില്ലെന്നാണ് ഗൈസ് പറഞ്ഞത്. പക്ഷേ മേ ബി എന്റെ ലൈഫ് ബ്രോയിലറായി ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. കൊള്ളാം. It's really nice. Thank you. Great. To Indian biryani. Of course, Thai people use jasmine rice instead of basmati rice like you guys. But it's packed with flavor similar to Hyderabad biryani. Hyderabad biryani. Okay. Mostly it's with chicken, and Muslim communities are the best of cooking those meals. Cool. Nice. So എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്തു. പെട്ടു ഗൈസ്. ആ നേരെ വഴി പോയാൽ മതിയായിരുന്നു. പക്ഷെ വേഗം പോലെ അടുത്ത സാധനം കൊള്ളാം. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ ഒരു കുഞ്ഞിക്കെണ്ണം. നിങ്ങൾക്ക് ആർക്കും തായ് ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരൂ ഗൈസ്. താക്ക ചായക്കാം പോളെ മൊക്കട്ടോസ്കി. സോ യാ, താങ്ക് യു, ബൈ. ഇതിൽ നിന്ന് ഞങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ ആരെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് ഫ്രീ ഫുഡ് തരുമ്പോൾ ചാടിക്കേറി പോയാൽ ഇങ്ങനെ ഇരിക്കും ഗൈസ്. പക്ഷെ തായ് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക്, ബിക്കോസ് എനിക്കത് നമുക്ക് സെർവ് ചെയ്തത് ഭയങ്കര തണുത്തിട്ടുള്ള ഫുഡാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം. ഞാൻ ഇതിന് മുന്നേ ഞാൻ തായ് ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെയാണോ? ഓക്കെ. സോ പോളണ്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും തായ് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ പോളെ മൊക്കട്ടോസ്കിയിൽ വരിക. ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോവാ ഗൈസ്. അതെ, ഞാൻ റെക്കമെൻഡ് ചെയ്തു പറഞ്ഞ് വരരുത് ഗൈസ്. പക്ഷെ പാവങ്ങൾ. അതെ, മേ ബി നല്ല വേറെ ഫുഡ് ഉണ്ടായിരിക്കും കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ അവർ ഇത് മാത്രമേ തന്നുള്ളൂ. ഇനി പഴയ ഫുഡുകാരും ആയിരിക്കും ഇനി. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പോളെ മൊക്കട്ടോസ്കി പാർക്കിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല, ബോർസോയിൽ ഒരു നല്ല പാർക്കാണല്ലേ പോളെ മൊക്കട്ടോസ്കി പാർക്ക്. നമ്മുടെ ലസിൻസ്കി പാർക്കുണ്ട്, പോളെ മൊക്കട്ടോസ്കി പാർക്കുണ്ട്. സോ ഞങ്ങൾ വന്നിരിക്കുന്നത് പോളെ മൊക്കട്ടോസ്കി. ഇവിടെ ആക്ച്വലി ആൾക്കാരിങ്ങനെ എന്തിനാടി വരുന്നത്? സമ്മർ ആകുമ്പോൾ ജസ്റ്റ് പിക്നിക്ക് പോലെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്ങും ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്ന സമയത്താണ് കേട്ടോ കുറേ പേര് യോഗ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നോക്കൂ, യോഗ ചെയ്യുന്ന ആൾക്കാർ. ഇറ്റ് ഈസ് സോ ഗുഡ്.
സോ ഇവിടെ വന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ടിന് അർജൻറ്റായിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ വ്ളോഗിലും എവിടെ പോയാലും അവൾക്ക് ജസ്റ്റ് പാതിയാകുമ്പോൾ അവൾക്ക് അപ്പം മൂത്രമൊഴിക്കാൻ വേണ്ടി മുട്ടും. മൂത്രമൊഴിക്കുന്നത് കുറ്റം അല്ലാതെ എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ ഇറങ്ങാൻ നേരത്തെ ഈ അൺപാർലമെൻ്ററി വേർഡ്സ് യൂസ് ഞാൻ ഇറങ്ങാൻ നേരത്തെ അവളോട് ഞാൻ ചോദിച്ചതാണ്. അതെ ഇറങ്ങാൻ നേരത്തെ ഞാൻ ചോദിച്ചതാണ് ടോയ്ലറ്റിൽ പോകണോ, ടോയ്ലറ്റിൽ പോയിട്ട് നമുക്ക് പോവാം. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഇസ്കോൺ ടെമ്പിളിൻ്റെ വീഡിയോ എടുത്ത് നോക്കുക ഗൈസ്. അതിനകത്ത് തന്നെ അവൾക്ക് ടോയ്ലറ്റിൽ അവൾ ജീവിക്കുന്നത്. ടോയ്ലറ്റ് തന്നെ നമുക്കൊരു വികാരമാണ്. നോക്കുക ഗൈസ്, അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, പിക്നിക്കിന് വന്നിട്ടുണ്ട്. അവരിങ്ങനെ സെറ്റ് വ്യൂ ആണ് കേട്ടോ. ഇവിടെ ആൾക്കാരിങ്ങനെ ഗ്രില്ല് ചെയ്യാനും പിക്നിക്ക് ഇങ്ങനെ ആൾക്കാർ ഗ്യാതറിങ്, ഫ്രണ്ട്സ് ഗ്യാതറിങ് ഒക്കെ ആയിട്ട് വരും. സെറ്റാണ് കേട്ടോ, അടിപൊളി. ആ ഒരു വ്യൂവും സൺസെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് മസാ. അതെ അവൻ കാട്ടിലോട്ട് സൗവേ, കാടൊരു ഓപ്ഷനാണ്. ഇനി ബാത്റൂമിൽ തപ്പി പോണോ? അവൻ കാട്ടിലോട്ടാ പോയ. കഞ്ചാവിന് മണം വരുന്നല്ലേ? നിനക്ക് അറിയാം കഞ്ചാവിന്റെ മണം? ആ ഡോമില് ഞങ്ങള് ഓ ശരിക്കും ഇവിടെ കഞ്ചാവാണ് കേട്ടോ ഗൈസ്. നമ്മുടെ നാട്ടില് മറ്റേ ക്യാമ്പ് ഫയർ സത്യം എന്താ നോക്കൂ. ഞാൻ വിചാരിച്ച ഇവിടെ ഗ്രില്ലിങ് ആണെന്ന്, പക്ഷെ എല്ലാം നല്ല കഞ്ചാവിന്റെ മണം വരുന്നുണ്ട്. കണ്ടോ ഈ ഒരു കഞ്ചാവിന്റെ മണം അറിഞ്ഞൂന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഞ്ചാവെന്ന് തെറ്റിദ്ധരിക്കരുത്. അതെ അവൻ കഞ്ചാവ് വിൽക്കരുത്. ഇവിടെ നല്ലൊരു ബിസിനസ്സാണ് കഞ്ചാവ് വിൽക്കാന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത് ലീഗലാണല്ലേ ഇവിടെ കഞ്ചാവ് വിൽക്കുന്നത്. അത് കഴിഞ്ഞ 3 hours ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി ചെയ്യും. അപ്പൊ ഇവന്റെ റൂമിലേക്ക് എല്ലാവരും വരും. അപ്പൊ ഞാനും തന്നെ മാത്രം സൈഡിൽ ഇരിക്കും, ബാക്കി എല്ലാവരും ജെഫ് അല്ലേ? അങ്ങനെ ഞങ്ങൾ ജെഫ് തിരക്കി പോവാണ്. ജെഫ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, കാരണം വാഷ്റൂം കിട്ടണ്ട. എനിക്ക് ഐ തിങ്ക് ദിസ് ഈസ് ജെഫ്. സോ കണ്ടോ, ഇതാണോ ജെഫ് എന്ന് തോന്നുന്നു. സോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങളിതേ വന്നിരിക്കുന്നത്. ഇതാണോ ജെഫ്? ഇത് ഗ്രിൽ ആൻഡ് ബാറാ, ലോലക് എന്ന് പറഞ്ഞിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു വൈബ് സ്ഥലം. പബ്ബാണെന്ന് തോന്നുന്നു. പെട്ടൈസ് ഇവിടെ ഒരു ലേക്കുണ്ട്. ഞങ്ങളതേ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ലേക്കിലോട്ട് പോവാണ്. ഇവിടെ ഇപ്പം സമയം എന്തായിടാ? 7:53. ഓക്കെ 8 മണിയായി. പക്ഷേ നല്ല വെയിലുണ്ട്. നോക്കൂ, യു കുഡ് ആക്ച്വലി സീ. പക്ഷെ പോകുന്ന വഴിക്കാണ് ഗൈസ് ഞങ്ങൾ വീണ്ടും ആ മൾബറി നിൽക്കുന്ന സ്ഥലത്തെത്തി. വൈറ്റ് മൾബറി സീ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ആ വൈറ്റ് മൾബറി. ഉണ്ടോ? പുഴില്ല, ബട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആർക്കെങ്കിലും മൾബറീസ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കുക ഗൈസ്. ഫ്രീ ആണ്. തറയിൽ കുറേ കിടപ്പുണ്ട്, വന്നിട്ട് വൃത്തിയാക്കിയിട്ട് പോകുക. വീഡിയോയിൽ പക്ഷേ രസമില്ല, നല്ല ഭംഗിയുണ്ട്. നോക്കുക ഗൈസ്, ഇവിടെ റോസ് പൂത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണും. സെറ്റായിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ വേറൊരു കളറ്, ബട്ട് നേരിട്ട് കാണാൻ സൂപ്പറായിട്ടുണ്ട്. എനിക്ക് റോസ് എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്ന അറിയാമോ? പണ്ട് ചെറുതിലെ എൻ്റെ അമ്മ അങ്കൻവാടിയിൽ എന്നെ വീഴുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രോക്ക്, ഒരു ഇല്ലേ, ഒരു ബോ, ഒരു വട്ടപ്പൊട്ട്, റീത്ത് വെക്കുന്ന പോലെ ഇത്രയും വലിയ റോസാപ്പൂ നിങ്ങളുടെ അടുത്ത് ഫിറ്റ് ചെയ്യും. എന്നിട്ട് അതായത് എനിക്ക് ചെറുപ്പത്തിൽ ഒരൊറ്റ നല്ല ഫോട്ടോ പോലും ഇല്ലടി, എല്ലാത്തിലും ഉണ്ടായിരിക്കും റീത്ത്. അത് ചെറിയതൊന്നുമല്ല, ഒരു ആനമുട്ട റോസ എൻ്റെ മമ്മി എന്നെ അണിയിച്ചൊരുക്കണേ. അപ്പം ഞാൻ ആലോചിക്കും ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ത്. നമുക്ക് വയസ്സിൽ ഒരു മൾബറിയൊക്കെ പിച്ചി ഞങ്ങൾ കാട്ടു മൾബറി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു മൾബറി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. Until the next time we meet. Bye. ഒരു ബൈ എടുത്തോ, അവൾക്ക് വയ്യ.